പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖം മിനുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസിനെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. ഹാരിസ് ബീരാൻ എത്ര സ്റ്റബോൺ ആയിട്ടാണെങ്കിലും എത്ര കമ്മിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, അദ്ദേഹത്തെ മെരുക്കിയെടുക്കുക എന്നൊരു പ്രക്രിയയുണ്ട്. തെരഞ്ഞെടുപ്പ് ഉപകരണമാണ് ഡോക്ടർ ഹാരിസ് എങ്കിൽ എന്ത് ചെയ്യും? അല്ല, രാഷ്ട്രീയ ഉപകരണങ്ങളാകുമ്പോൾ പറ്റുന്ന കുഴപ്പം അൻവറിന് പറ്റിയ കുഴപ്പം പറ്റും. സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഹാരിസ് കുറേ സത്യം നമ്മളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങനെയൊക്കെ പുറകോട്ട് വിളിക്കാൻ പറ്റുമോ? ശൈലജ ടീച്ചറെ മാറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായി. രാജ്മോഹൻ സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം. ഇന്നലത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതായത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഡോക്ടറുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പൊതുജനങ്ങളൊക്കെ ഇപ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ മുഖം മിനുക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഡോക്ടർ ഹാരിസിനെ പിടിച്ച് ആരോഗ്യമന്ത്രിയാക്കുക എന്നുള്ളതാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് വെച്ചാൽ 6 മാസം വരെ മന്ത്രിയായിട്ടിരിക്കാനായിട്ട് MLA ആവണമെന്ന് നിർബന്ധമില്ല. കാരണം കെ മുരളീധരനും ഒരു 5 മാസം 6 മാസം വൈദ്യുതി വകുപ്പിൻ്റെ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നാണ്. വടക്കഞ്ചേരി തോറ്റുപോയി, പിന്നെ രാജിവെക്കേണ്ടി വന്നു. ഒരു പക്ഷേ സർക്കാർ എന്ത് കാണിക്കും, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ത് കാണിക്കുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഏത് സമയത്തും എന്ത് തരത്തിലുള്ള തീരുമാനങ്ങളും എടുക്കാൻ ശേഷിയുള്ള കരുത്തുള്ള ഒരു നേതാവ് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു പിണറായി വിജയൻ സർക്കാരിന് ഇപ്രാവശ്യം ചെയ്യാവുന്ന അല്ലെങ്കിൽ അവരുടെ മുഖം മിനുക്കാൻ പറ്റുന്ന ട്രെൻഡ് മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്ഷനായിരിക്കും ഡോക്ടർ ഹാരിസിനെ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാക്കുക എന്നുള്ളത്. എന്താണ് പറയാനുള്ളത്? അവസാനം നടന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പ് തൊട്ട് അല്ലെ പുറകോട്ട് 2 3 തിരഞ്ഞെടുപ്പ് എടുത്താൽ ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒരു പാർട്ടിയും ചർച്ച ചെയ്തിട്ടില്ല. പ്രധാന വിഷയം തന്നെ അഴിമതി. മുൻകാലങ്ങളിൽ എല്ലാ തെരഞ്ഞെടുപ്പിലെയും മുഖ്യ വിഷയം അഴിമതിയാണ്. പ്രതിപക്ഷത്തിന് അതിനുള്ള സമയമൊന്നും ഇല്ലെന്ന് അവർ ഭയങ്കര തിരക്കാണ്. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മുൻകാലങ്ങളിൽ അഴിമതിയായിരുന്നു മുഖ്യ വിഷയം. നാഷണൽ ലെവലിൽ ബോഫേഴ്സൊക്കെ ഇവിടെയൊക്കെ നമ്മുടെ പട്ടിക്കാട്ടി വരെ ബോഫേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലാത്തവർ വരെ അല്ലെ കേട്ടിട്ടില്ലാത്തവർ പോലും അതിന്റെ പുറകെ പോയതാണ്. ഇത്ര സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊന്നും സജീവമല്ലാത്ത കാലത്ത് ചുവരിലെഴുതി വെച്ചിരുന്നു ബോഫേഴ്സ് രാജിവെക്കുക. ബോഫേഴ്സ് ബിഗിനിങ് ഓഫ് ദ ഫാൾ ഓഫ് രാജീവ് സർക്കാർ തന്നെ അതിൻ്റെ ഡെഫിനേഷൻ തന്നെ പറഞ്ഞത്. അപ്പം അത് ആ അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പോഴത്തെ രാഷ്ട്രീയ ഇഷ്യൂ എന്താ? എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് വർഗീയത, ഫാസിസം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവധി, ഇത്തരം കാര്യങ്ങളിലേക്ക് ചർച്ചയെ വളരെ സമർത്ഥമായി വഴിമാറ്റി വിടാൻ അതെല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും, ഒരാൾ ഒരു കൂട്ടരല്ല, എല്ലാ നേതൃത്വം ഒറ്റക്കെട്ടായിട്ട് വന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് മലയാള മനോരമയുടെ എഡിറ്റോറിയലിൽ ഇത്ര ഡീറ്റെയിൽഡായിട്ട്, ഇന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് ആരോഗ്യ വകുപ്പിൻ്റെ പരാജയങ്ങളെക്കുറിച്ചും ആരോഗ്യ വകുപ്പിന് അനുവദിച്ചിരുന്ന, അതായത് ഹോസ്പിറ്റലുകൾക്ക് അനുവദിച്ചിരുന്ന ഫണ്ട് വെട്ടിച്ചുരുക്കിയതുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കൃത്യമായിട്ടുള്ള ഒരു വാർത്ത വന്നിരിക്കുന്നത് ഇന്നാണ് എന്നെനിക്ക് തോന്നുന്നു. ഇന്നത്തെ പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് അലോക്കേഷനിൽ കോടിക്കണക്കിന് രൂപ ഓരോ ഹോസ്പിറ്റലിലും കാണിക്കും. ബഡ്ജറ്റ് അലോക്കേഷനിൽ. അപ്പോൾ അവിടുത്തെ MLA മാർക്ക് സന്തോഷം, നാട്ടുകാർക്ക് സന്തോഷം, ഇവിടെ ഇത് വരാൻ പോകുന്നു. പക്ഷേ യഥാർത്ഥ ആക്ച്വൽ അലോക്കേഷൻ എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫണ്ടിങ് കഴിഞ്ഞിട്ട് ധനകാര്യ വകുപ്പിൻ്റെ ഫണ്ടിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 50% പോലും വരുന്നില്ല. അത് ഇവിടെ മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്. പക്ഷെ മറിച്ച് ഇവർക്ക് താല്പര്യപ്രകാരത്തിന് ടൂറിസം വകുപ്പിൽ 5 പൈസ വെട്ടി കുറയ്ക്കുമോ? നമ്മൾ ഈ വിഷയത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ ഡോക്ടർ ഹാരിസ് ബീരാനെ പോലെയുള്ള പരിചയസമ്പന്നനായിട്ടുള്ള ഒരാൾ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഹാരിസ് ബീരാനെ പോലെ ഒരു മന്ത്രിയാകുന്ന ഇതെടുത്തു കഴിഞ്ഞാൽ ആദ്യം ഹാരിസ് ബീരാൻ എത്ര സ്റ്റബോൺ ആയിട്ടാണെങ്കിലും എത്ര കമ്മിറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, അദ്ദേഹത്തെ മെരുക്കിയെടുക്കുക എന്നൊരു പ്രക്രിയയുണ്ട്. ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ഇവിടെ ഹോസ്പിറ്റലിലെ കാര്യം നമുക്ക് പന്താടാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ മോട്ടീവ് എന്ന് പറയുന്നത് ഹാരിസ് ബീരാനെ പോലെ ഒരാളെ എങ്ങനെ മെരുക്കാവുന്നുള്ളതാണ്. അതിന് പല ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് വഴങ്ങാത്തവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഇത് മെരുക്കലിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അത് ഒരു രാഷ്ട്രീയ ഭരണകൂടം ഒരു ഉദ്യോഗസ്ഥനെ മെരുക്കോ മെരുക്കില്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷെ നമ്മൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണ്? അതായത് ഹോസ്പിറ്റലുകളിൽ കൃത്യസമയത്ത് മരുന്ന് എത്താത്തത് എന്തുകൊണ്ട്? ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, അതായത് സർജറിക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉൾപ്പെടെ, അതായത് യൂസ് ആൻഡ് ത്രോ ആയിട്ടുള്ള പല സാധനങ്ങളുമുണ്ട്. ഇതിൻ്റെ പർച്ചേസുകൾ, അതോടൊപ്പം തന്നെ ആവശ്യമായ മരുന്നുകൾ, സ്കാനിങ്, എക്സ്റേ ഉപകരണങ്ങൾ, ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റിയെക്കുറിച്ചും, അതായത് ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണെങ്കിലും താലൂക്ക് ആശുപത്രി ആണെങ്കിലും ജില്ലകളിലുള്ള ജനറൽ ആശുപത്രി ആണെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു അവൈലബിലിറ്റി, ഇതൊക്കെ ഏത് രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു മാനദണ്ഡം ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാനദണ്ഡം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു പഠനം നാളിതുവരെ നടന്നിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് നടന്നിട്ടില്ല. ആ
ആകെപ്പാടെ ആരോഗ്യവകുപ്പ് മന്ത്രിമാർ, അതിപ്പോൾ ശൈലജ ടീച്ചർ ആണെങ്കിലും ശരിയാണ്, വീണ ജോർജ് ആണെങ്കിലും ശരിയാണ്. പക്ഷേ ശൈലജ ടീച്ചർ കുറച്ചുകൂടി മികച്ചൊരു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞൊരു ഡോക്ടറായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് തന്നെ ആരോഗ്യവകുപ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യം ശൈലജ ടീച്ചറോട് പറഞ്ഞു കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ശൈലജ ടീച്ചർക്ക് അത്ര നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. പക്ഷെ വീണ ജോർജിലേക്ക് വരുമ്പോഴത്തേക്ക് അതല്ല സാഹചര്യം. ഈ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഒരു പഠനമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് കാലാനുസൃതമായിട്ട് മാറ്റപ്പെടേണ്ട, പരിഷ്കരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഒന്നും ഒരു ധാരണയും ഇല്ലാത്ത ഒരു മന്ത്രിയും ഒരു പ്രൈവറ്റ് സെക്രട്ടറിയും കൂടെ ഇരുന്ന് ഈ വകുപ്പിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ആരോഗ്യ മേഖലയിൽ പരിചയസമ്പന്നനായിട്ടുള്ള ഒരാളെ മന്ത്രിയാക്കി കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? ഇപ്പോൾ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട്, അറിയത്തില്ലാത്ത കാര്യങ്ങളുണ്ട്. ഈ വസ്തുതയ്ക്ക് വിശദീകരണം നൽകാൻ ഇവർക്ക് പറ്റില്ല. ഗവൺമെൻറ്റിന് പറ്റുന്നുണ്ടോ? ഇല്ല. വളരെ പെട്ടെന്ന് വീണ ജോർജ് പ്ലേറ്റ് മാറ്റി. ഈ ഡോക്ടർക്കെതിരായി സംസാരിച്ചിരുന്ന വീണ ജോർജ് ഇയാൾ ഉയർത്തിയ പ്രശ്നങ്ങൾ ജനം ഏറ്റെടുക്കുന്നു എന്ന് കണ്ടപ്പോഴത്തേക്ക് ഒരു പ്ലേറ്റ്. വീണ ജോർജ് ഒരിക്കലും മറ്റേ ഇയാൾക്കെതിരെ സംസാരിച്ചില്ല. ഡോക്ടർ ഹാരിസ് അല്ലല്ല, അത് ഹാരിസിന് അനുകൂലമായി സംസാരിച്ചു. അത് സംസാരിച്ചിരിക്കുന്ന വെച്ചാൽ ഡോക്ടർ ഹാരിസ് വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ്. അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഇയാൾക്കെതിരായി സംസാരിക്കുമ്പോൾ പിറ്റേ ദിവസം തന്നെ വീണ ജോർജിന് സംസാരിക്കേണ്ടി വന്നു. കാരണം ഇവിടെ സംഭവിക്കുന്ന, ഹോസ്പിറ്റലുകളിൽ സംഭവിക്കുന്നത് ഇവരാരും ഉദ്ദേശിക്കുന്ന കാരണങ്ങളല്ല. അത് ഇൻ്റർനാഷണൽ IMA മെഡിക്കൽ അസോസിയേഷൻ തൊട്ടെല്ലാം വരും. ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം, വളർത്തിയെടുക്കണം. ആ ഒരു ലോബി വളരെ സ്ട്രോങ് ആണ്. അതെല്ലാ പാർട്ടികളെ നിയന്ത്രിക്കുന്നു. അതിനെ മറികടക്കണമെങ്കിൽ ഇപ്പം നമുക്ക് കമ്പയർ ചെയ്യാം. ഹാരിസ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് നടപ്പാക്കാനൊരു സ്വാതന്ത്ര്യത്തോടെ ഒരു പോസ്റ്റിംഗ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ല മന്ത്രിയായി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ചേഞ്ച് ഡ്രാസ്റ്റിക് ആയിരിക്കും. ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ ചേഞ്ച് ഉണ്ടാക്കിയ ആളാണ് ശ്രീധരൻ. മെട്രോ റെയിൽവേയിൽ തൻ്റെ കഴിവ്, എല്ലാ അഴിമതിയുടെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ്. അവിടെ പിടിച്ചു നിൽക്കാനും ഫൈറ്റ് ചെയ്യാനും ഫൈറ്റ് ചെയ്ത് കാര്യങ്ങൾ നടത്താനും ആർക്ക് പറ്റി? ശ്രീധരന് പറ്റി. അതുപോലെ ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയും കൂടെ ഹാരിസിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹാരിസിനെ ഉപയോഗിക്കാൻ കേരള ഗവൺമെൻറ് തയ്യാറായാൽ, പിണറായി വിജയൻ തയ്യാറായാൽ, മറ്റ് പല ചെറിയ മൈനസ് മാർക്കുകളെയും മറികടന്ന് ഹാരിസിൻ്റെ നിയമനത്തിൽ കൂടെ തന്നെ പിണറായി വിജയൻ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോഴൊരു ചോദ്യം വരുന്നുണ്ട്. ഒരു പക്ഷേ UDF ഇറക്കിയിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഉപകരണമാണ് ഡോക്ടർ ഹാരിസ് എങ്കിൽ എന്ത് ചെയ്യും? അല്ല, ഹാരിസിന് അടുത്ത സ്വീറ്റ് കൊടുത്ത് UDF മത്സരിച്ചപ്പോലെ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോഴും മന്ത്രിയാകാൻ രാഷ്ട്രീയ ഉപകരണമാണെങ്കിൽ അദ്ദേഹത്തിന് പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ പറ്റും. അല്ല, രാഷ്ട്രീയ ഉപകരണങ്ങളാകുമ്പോൾ പറ്റുന്ന കുഴപ്പം അൻവറിന് പറ്റിയ കുഴപ്പം പറ്റും. സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഹാരിസ് കുറേ സത്യം നമ്മളോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങേർക്കത് പുറകോട്ട് വിളിക്കാൻ പറ്റുമോ? കുറേ ഫാക്ട്സ് ഇങ്ങനെ പറഞ്ഞു. അതിനെ വീണ ജോർജിനെ തള്ളിക്കളയാനും പറ്റിയിട്ടില്ല. ഇനി അത് തിരിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? സത്യം നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. അത് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഫാക്ട്സ് അവിടെയുണ്ട്. ഇപ്പം ഇന്ന് മാതൃഭൂമിയിലും മനോരമയിലും പ്രധാനപ്പെട്ട പത്രങ്ങൾ കൃത്യമായ കണക്കുകൾ വന്നു. ഇപ്പോൾ എന്തേ ഇത്ര നാളും വരാതിരുന്നത്? ബാലഗോപാലിൻ്റെ നിയമസഭയിൽ ഇത് പറയാത്തത്? നിയമസഭയിൽ അറിയിക്കണ്ടേ? അലോട്ട്മെന്റ് മാറ്റുമ്പോൾ അല്ല, ഈ ആരോഗ്യ വകുപ്പ് മോശമാണെന്നും പല ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുൾപ്പെടെയുള്ള സാമഗ്രികൾ ഇല്ല എന്ന് പ്രതിപക്ഷം പലവാട്ടി പറഞ്ഞിട്ടുണ്ട്. പേപ്പട്ടി കടിച്ചാൽ പോലും മരുന്നില്ല. ഓടി എന്നാ ചെയ്യും? അരുമപ്പച്ചി എടുത്ത് തൂക്കുമോ? കൊച്ചുപിള്ളേ ചെയ്ത് അതേ ഉള്ളു മരുന്ന്. ബാർബർ ഷോപ്പിന് മുമ്പ് ക്യൂ നിൽക്കണം നല്ല ഇത് കത്രിക കിട്ടാനായിട്ട്. ആ സിറ്റുവേഷനായി. അത് വേണ്ട എന്ന് വെക്കാൻ, അല്ലെങ്കിൽ അത് ഒരു ഒറ്റ തീരുമാനമല്ല. ഇത് മനഃപൂർവ്വം വേണ്ടെന്ന് വെക്കുന്നതല്ല. ഇവർക്ക് വേണ്ടി താല്പര്യങ്ങളുടെ ശ്രമഫലമായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ICUവിലുള്ള അഡ്മിഷൻ കംപ്ലീറ്റ് ആക്കണം. ഇതെല്ലാം ഓർത്ത് പേവാർഡിൻ്റെ മുഴുവൻ തീർക്കണം. ഇതെല്ലാം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇൻട്രസ്റ്റാണ്. ഇവിടുന്ന് പേഷ്യൻ്റ് ചെന്നാൽ വെൽ ടു ഡു ആയിട്ടുള്ള പേഷ്യൻറ്റ് പ്രത്യേകിച്ചും ചെന്ന് കഴിഞ്ഞ് ഇവിടെ ഒന്ന് നിൽക്കുമോ? ഇവിടുത്തെ വാർഡിൽ ജനറൽ വാർഡിലൊരു കൊള്ളാവുന്ന കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഒത്തിരി വരുമാനമുള്ള വീട്ടിൽപ്പെട്ട ആരെങ്കിലും നിൽക്കുമോ? നിൽക്കാൻ പറ്റും. നിങ്ങൾ നോക്കുമോ? നിങ്ങളുടെ റിലേറ്റീവ്സ് അവിടെ ബൈസ്റ്റാൻഡറായിട്ട് വന്നു. അല്ല, ഇപ്പോൾ ഗവൺമെന്റ് ആശുപത്രികളിലും പ്രൈവറ്റ് ആശുപത്രികളിലും ഒക്കെ തിരക്ക് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ മെഡിക്ലെയിം പോളിസി ഉണ്ട്. ഈ മെഡിക്ലെയിം പോളിസി അനുസരിച്ച് എനിക്ക് 5 ലക്ഷത്തോളം രൂപ വരെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നമുക്ക് ട്രീറ്റ്മെന്റിനായിട്ട് സെലക്ടഡ് ഹോസ്പിറ്റൽ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമായിട്ടുള്ളൊരു ധാരണ എന്നതിനപ്പുറത്തൊക്കെ ഭരിക്കുന്ന വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിയുടെയും കഴിവുകേട് തന്നെയാണ് ഇതേമാതിരത്തെ ഒരു ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നമ്മൾ പറയേണ്ടി വരും. ഞാനൊരു ചെറിയ ഇപ്പം ഇടക്കുന്ന ഇടപെട്ടോട്ടെ. ഈ സംസാരിക്കുമ്പോൾ 5 ലക്ഷം രൂപ മെഡിക്ലെയിം പോളിസി ഉണ്ടെങ്കിൽ ഞാൻ പാരസെറ്റമോൾ കഴിച്ച് മാറേണ്ട ഒരു പനിയോ അല്ലെങ്കിൽ അതുപോലെ ശ്വാസം മുട്ടലോ എന്തെങ്കിലുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ 5 ലക്ഷം രൂപയ്ക്കുള്ള എക്സ്പെൻസ് അവിടെ ഉണ്ടാക്കിയെടുക്കും. അടുത്ത നാളിൽ എനിക്ക് നേരിട്ട് അനുഭവിച്ചൊരു ഹോസ്പിറ്റലിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. എൻ്റെ തന്നെ അല്ല ആവശ്യത്തിന് പോയതാണ്. പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ, നമ്മൾ പേര് പറഞ്ഞില്ല, തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിൽ ഒരു എൻജിനീയർ, മുസ്ലിമാണ് അദ്ദേഹം, അവിടുത്തെ തൊട്ടടുത്ത അങ്ങേരുടെ വീട്
അപ്പോൾ പല്ല് പറിക്കുന്ന ചെറിയ കേസുകൾ, പല്ലൊന്നും പറിക്കണം, 2 പല്ല് പറിക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഹോസ്പിറ്റലിൽ തന്നെ, നല്ല ഹോസ്പിറ്റലിൽ തന്നെ പോയേക്കാവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ ആദ്യം ഇങ്ങനെ പറഞ്ഞു വിട്ടു കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഇതെന്താ ഡോക്ടർ പറഞ്ഞു വിടുന്നത്? പല്ലെടുക്കാൻ ചെന്നാണ്. അപ്പോൾ പ്രഷർ കൂടുതലുണ്ട്. ഉടനെ ഇ സി ജി കഴിഞ്ഞപ്പോൾ എന്തോ ചെറിയ 65 വയസ്സായ വേരിയേഷൻ ഉണ്ട് ECG. അത് കഴിഞ്ഞ് സ്കാനിങ്ങിലേക്ക് വന്നില്ല. മറ്റേ ട്രെഡ്മില്ല്, ഇവിടെ കാർഡിയോഗ്രാഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പല്ല് പറിക്കാൻ ചെന്നവനെ കൊണ്ട് ചെയ്യിക്കുന്ന സംവിധാനമാണ്. ഞാൻ നേരിട്ട് ദൃക്സാക്ഷിയാണ് ആ സംഭവത്തിന്. പക്ഷേ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വലിയ സംസ്ഥാന സർക്കാരിന് പോലും വലിയ അധികാരങ്ങളില്ല. അല്ല, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് നടപ്പാക്കിയ പിന്നെ പാസ്സാക്കിയിട്ട് കാര്യമില്ല. അത് നടപ്പാക്കാൻ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആരോഗ്യരംഗത്തിന്റെ ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടി, എല്ലാ സ്റ്റേറ്റിലും കൊള്ള നടക്കുന്നുണ്ട്. ട്രാൻസ്പെറന്റ് ആക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. നടപ്പാക്കാൻ ഇനി 2-3 സ്റ്റേറ്റുകളെ മിച്ചുള്ളൂ. അതിലൊന്ന് കേരളമാണ്. ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സമിതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമിതിയൊക്കെ ഉണ്ട്. ഈ സമിതിയിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് 50 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയൊക്കെ ഉയർന്നിട്ട് ഒരുപാട് കാലമായി. അത് നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടർ പോലെ തന്നെ വേറൊരു സാധനമാണ് ഡെവലപ്മെന്റ് സൊസൈറ്റി. ഇതിലൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ, വ്യക്തികൾ വരുമ്പോൾ ഇവരെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. പെയ്പാടെല്ലാം വേറെ സൊസൈറ്റിയല്ലേ കൈകാര്യം ചെയ്യുന്നത്, മെഡിക്കൽ കോളേജുകളിലെ പെയ്പാടല്ല. പിന്നെ നമ്മൾ ഇത് പറയുമ്പം മെഡിക്കൽ കോളേജിൽ അഴിമതിയുടെ 2 മുഖമുള്ളതാണ് മെഡിക്കൽ കോളേജിൽ. അത് പഠിക്കേണ്ട വിഷയം. അത് അവർ രാഷ്ട്രീയക്കാരനും പറയില്ല. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു മെഡിക്കൽ കോളേജ് പറയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരുമാതിരി കാശ് മേടിക്കാൻ പറ്റുന്ന മിക്കവാറും ഡോക്ടർമാർ കാശ് മേടിക്കും, ലാബിൽ കാശ് മേടിക്കും, ഫാർമസിയിൽ അത്യാവശ്യം കാശ് മേടിക്കും, സ്കാനിങ്ങിന് വിടുന്നതിന് കാശ് മേടിക്കും, എല്ലാം ഉണ്ട്. അപ്പോഴും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന വേറൊരു വിഭാഗമുണ്ട്, നേഴ്സുമാർ. അവർ കാശ് മേടിക്കില്ല. എന്തുകൊണ്ട് അവർ കാശ് മേടിക്കാത്ത? അതൊരു കൾച്ചറാണ്. മേടിക്കാതിരിക്കുക, അഴിമതി കാശ് മേടിക്കാതിരിക്കുക എന്നുള്ള ഒരു കൾച്ചറാണ്. ആ കൾച്ചർ ഡെവലപ്പ് ചെയ്ത ആളാണ് ഹാരിസ്. അത്തരം ആൾക്കാർ വരുന്നതിന് ഇപ്പോഴത്തെ സിസ്റ്റം റിപ്പല്ലി പുറത്തേക്ക് അടിക്കാൻ നോക്കും. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഹാരിസിനെ പോലുള്ള ഒരാളെ കേരളം ആരോഗ്യമന്ത്രിയായിട്ട് ആഗ്രഹിക്കുന്നു. അത് കൊടുക്കാൻ പിണറായി വിജയൻ തയ്യാറായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർക്കാർ കയ്യടി വാങ്ങും. അതിലെ ലാഭം മുഴുവൻ പിണറായിക്ക്. പൊളിറ്റിക്കലായിട്ടും ജനകീയ അംഗീകാരം കിട്ടുന്ന പിണറായിക്ക് ഇത്ര ബോൾഡായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റണം. ശൈലജ ടീച്ചറെ മാറ്റിക്കഴിഞ്ഞപ്പോൾ തന്നെ കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടായില്ലേ? ശൈലജ ടീച്ചർ വലിയ നമുക്ക് തർക്കങ്ങളുണ്ട്, എന്നാൽ പോലും ശൈലജ ടീച്ചർ നന്നായി കൈകാര്യം ചെയ്യുമെന്ന് എല്ലാവരും പറയുന്ന സമയത്ത് അവരെ മാറ്റി. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. ഇവിടെ തൃപ്പൂണിത്തുറ സ്റ്റാൻഡിലും ജനറൽ അവിടെ ഹോസ്പിറ്റലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലുണ്ട്. അതിൻ്റെ പുറകിൽ നിന്ന് ഒരു സാങ്കേതിക വശം പരിശോധിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വീണ ജോർജിനെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു ബൈ ഇലക്ഷൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, അവർക്ക് MLA ആയിട്ട് തുടരാം. അതേസമയം തന്നെ ഡോക്ടർ ഹാരിസ് 6 മാസത്തേക്ക് അദ്ദേഹത്തിന് കേരളത്തിന്റെ മന്ത്രിയായിട്ടിരിക്കാം. ഇത് സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിലും, അതായത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് തനതായ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്ന് സർക്കാരിനും പൊതുജനങ്ങൾക്കും ഉറപ്പുള്ള ഒരു വ്യക്തിയെ ആ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം ജോലിയിലിരിക്കുന്ന ഒരാളാണ് എന്നൊക്കെ വരും. അതിനൊക്കെ എനിക്ക് തോന്നുന്നു വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമൊക്കെ VRS ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നു സർക്കാർ സർവീസിൽ നിന്നൊക്കെ. അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അവധി എടുത്ത് വേണമെങ്കിൽ മത്സരിക്കും. അതിനെ കുറിച്ച് നമുക്ക് നിയമപരമായിട്ട് പറ്റത്തില്ല, രാജിവെക്കേണ്ടി വരും. രാജിവെച്ചാലും കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒരു മന്ത്രിയാകാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു സോഷ്യൽ വർക്കിനുള്ള ഒരു ആഭിമുഖ്യം കൂടെയുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം പോസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ എന്നും ആ പേര് ഇവിടെ ചരിത്രത്തിൽ എഴുതി വെക്കപ്പെടുകയാണ്. കാരണം ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജോലിയിൽ നിന്ന് രാജിവെച്ചു. 6 മാസത്തേക്ക് രാജിവെച്ചതിന് ശേഷം 6 മാസത്തേക്ക് മന്ത്രിയായിട്ടിരിക്കുന്നു. 6 മാസത്തെ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നാളത്തെ കേരളം, അല്ലെങ്കിൽ കേരളത്തിലെ ആരോഗ്യ മേഖല എത്രത്തോളം നാളെ നിലനിൽക്കുന്നോ അത്രത്തോളം കാലം ആ പേരവിടെ ഓർമ്മിപ്പിക്കപ്പെടും. ഇപ്പം ഞാൻ തൃപ്പൂണിത്തുറ പറഞ്ഞു വന്നതാ. തൃപ്പൂണിത്തുറ ഒരു വലിയ ബോർഡുണ്ട് പഴയ ഭാഗത്ത്, ധർമാശുപത്രി. വലിയ വലിയ അസുഖങ്ങൾക്ക് ചെല്ലുമ്പോൾ രാജാവിൻ്റെ കാലത്ത് 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കമുള്ളതെല്ലാം ഫ്രീ അവിടെ. കഷായ ഗുളിയോ അങ്ങനെ പാരസെറ്റമോളൊക്കെ ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഇവിടെ എറണാകുളം ജനറൽ ആശുപത്രിയിലൊക്കെ ഭയങ്കര തിരക്കാണ്. എന്ത് വ്യത്യാസം അല്ലേ? എറണാകുളം ജനറൽ ഹോസ്പിറ്റലൊക്കെ ഫാർ നന്നായി, പക്ഷെ അവിടെ മരുന്നില്ല. അതിനാരാ ആ ഇൻഫ്രാസ്ട്രക്ചറിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആരാ? സർക്കാർ തന്നെയാണോ? സർക്കാർ ചെയ്യണം. എന്താ ആ ഇൻഫ്രാസ്ട്രക്ചർ എവിടെയുണ്ടോ? അത് നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റൽ വികസന അതോറിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സമിതിയൊക്കെ ഉണ്ട്. MLA-മാരുള്ള രാഷ്ട്രീയ പാർട്ടി അവർക്ക് ആകെ താല്പര്യം പർച്ചേസിൽ അവർക്ക് താല്പര്യമുണ്ട്. നമ്മുടെ മറ്റേ സമയത്ത് കോവിഡിൻ്റെ സമയത്ത് ഒത്തിരി സാധനം മേടിച്ചില്ല, മാസ്ക് ഉൾപ്പെടെ ഒത്തിരി സാധനങ്ങൾ മേടിച്ചു. അത്തരം പർച്ചേസുകൾ, ബൾക്ക് പർച്ചേസിലാണ് ഇവർക്ക് താല്പര്യം. പിന്നെ നല്ല കെട്ടിടങ്ങൾ, ഓരോ ബിൽഡിംഗ് എക്സ്റ്റൻഷനും വരുമ്പോഴും, ഓരോ പുതിയ ഫിറ്റിങ്സ് അവിടെ വരുമ്പോഴും എല്ലാ മുറി AC ചെയ്യാൻ തീരുമാനിക്കുന്നു. അത് വരുമ്പോൾ തന്നെ അവിടെ വേറെ കിട്ടേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞു ഒത്തിരി പേർക്ക്.
സ്വന്തം വീടും ആ കൂട്ടത്തിൽ യൂസ് ചെയ്തു. അല്ല, കഴിഞ്ഞ തവണ ഡോക്ടർ SS ലാലിനെയൊക്കെ കോൺഗ്രസ് കൊണ്ടുവന്ന് മത്സരിപ്പിച്ചാണ്, പക്ഷെ പരാജയമായിരുന്നു ഫലം. എങ്കിലും നമുക്ക് അവസാനമായിട്ട് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് പിണറായി ഗവൺമെന്റിന്റെ മുഖം മാറ്റുന്ന ഒന്നായിരിക്കും ഈ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഒരാൾക്ക് ഇതുപോലൊരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ. ഈ വീണ ജോർജ് കഴിഞ്ഞ 4.5 വർഷക്കാലമായിട്ട് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ വിഡ്ഢിത്തരങ്ങൾക്കും പൊട്ടത്തരങ്ങൾക്കും ഉള്ള ഒരു മറുപടിയും അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങളോടുള്ള ഒരു മാപ്പ് പറച്ചിലും കൂടിയായിരിക്കും ഇദ്ദേഹത്തെ പോലുള്ള ഒരാളെ ഇതുപോലൊരു ഉന്നത പദവിയിൽ കൊണ്ടുവരുന്നത് എന്നൊരു അഭിപ്രായത്തോടെ. ചങ്ങാതിയുടെ ആരാ പറഞ്ഞു വീണ ജോർജ് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? വീണ ജോർജ് അല്ല ക്യാപ്റ്റൻ എന്നുള്ള പദവി പിണറായി വിജയന് കൊടുത്തത്. ആടിയുൽ എന്ന കപ്പലിന്റെ കപ്പിത്താൻ. അതിന്റെ കപ്പിത്താൻ ഒരു ആ ഗുണമുണ്ടോന്ന് അറിയണം. കപ്പൽ മുങ്ങുകയാണെങ്കിൽ എല്ലാ യാത്രക്കാരും കപ്പലിലുള്ളവർ മുഴുവൻ രക്ഷപ്പെട്ട ശേഷം മാത്രമേ അയാൾ രക്ഷപ്പെടിയില്ല, കപ്പലിനോടൊപ്പം മരിക്കാനാണ് എല്ലാവരും തയ്യാറായിട്ടുള്ളത്. വളരെ ചുരുക്കം പേര് രക്ഷപ്പെടാൻ നോക്കിയിട്ടുള്ളത്. അവരുടെ നേവിയുടെ പ്രാക്ടീസാണ്. കപ്പിത്താൻ ലാസ്റ്റ് മനുഷ്യനായിരിക്കും. എന്നാ പ്രശ്നം ഉണ്ടായാലും എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടേ രക്ഷപ്പെടാൻ നോക്കുക പോലും ഉള്ളൂ. പക്ഷേ നമ്മുടെ കപ്പിത്താൻ എങ്ങനെയാണ്? നമുക്ക് നോക്കാമേ.